കേരളത്തിൽ നിന്ന് കാണാതാവുന്ന പെൺകുട്ടികളെ ലവ് ജിഹാദിന് വിധേയമാക്കി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നാണ് സുദീപ്തോ സെന്നിന്റെ ദ കേരള സ്റ്റോറി എന്ന സിനിമ പറയുന്നത്. ഇത് സിനിമ പറയുന്ന കേരള സ്റ്റോറിയാണ്. എന്നാൽ എന്താണ് റിയൽ കേരള സ്റ്റോറി? ഓസ്കാർ അവാർഡ് ജേതാവും സംഗീത സംവിധായകനുമായ AR റഹ്മാൻ തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഇന്ന് ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു മുസ്ലിം പള്ളിയിൽ ഹൈന്ദവ മതവിശ്വാസ പ്രകാരം ഒരു ഹിന്ദു പെൺകുട്ടിയുടെ വിവാഹം കഴിപ്പിക്കുന്നതാണ്. ഈ വിവാഹത്തിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് AR റഹ്മാൻ പറയുന്നത് ഇതാണ് ദ റിയൽ കേരള സ്റ്റോറി എന്നുള്ളത്. AR റഹ്മാൻ പങ്കുവെച്ച ഈ വീഡിയോ 2020 ആലപ്പുഴ ചേരാവള്ളി ജുമാ മസ്ജിദിൽ നടന്ന വിവാഹമാണ്. ഈ പ്രദേശത്തെ അഞ്ജു എന്ന പെൺകുട്ടിയുടെ വിവാഹമാണ് മഹല്ല് കമ്മിറ്റി പള്ളിയിൽ വെച്ച് നടത്തിയത്. ഈ പെൺകുട്ടിയും കുടുംബവും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ അച്ഛൻ അശോകൻ നേരത്തെ മരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബം വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടിയുടെ, അതായത് അഞ്ജു എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ വിവാഹം ഏറ്റെടുത്തുകൊണ്ട് ചേരാവള്ളി ജുമാ മസ്ജിദ് അത് നടത്തുകയും പള്ളിയിൽ വെച്ച് തന്നെ ഈ കല്യാണം നടത്തുകയും ചെയ്തത്. കൂടാതെ ചേരാവള്ളി ജുമാ മസ്ജിദിന്റെ ലെറ്റർ പാഡിലാണ് അഞ്ജുവിന്റെ വിവാഹത്തിനുള്ള ക്ഷണക്കത്ത് പോലും അടിച്ചത് എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയകരം. കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ കേരളത്തിലെ ഭിന്നിപ്പുണ്ടാക്കാൻ അല്ലെങ്കിൽ കേരളത്തിൽ വെറുപ്പുണ്ടാക്കാൻ ഇത്തരം കഥകളുമായി ഇറങ്ങുമ്പോൾ ഇതൊന്നുമല്ല യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ ജാതിയും മതവുമില്ലാതെ ഒന്നിച്ച് ജീവിക്കുന്ന മണ്ണാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നാണ് AR റഹ്മാൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.